ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഒരു റേസിംഗ് ടൈപ്പ് ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇത് ആസ്ഫോൾട്ട് 8 എയർബോൺ ഒരു ടൈമിൽ ഭയങ്കര പോപ്പുലർ ആയിരുന്ന ഗെയിമാണ്. ഇപ്പോൾ പ്ലേ സ്റ്റോർ നോക്കിയാൽ തന്നെ അറിയാം 50 മില്യൺ ഡൗൺലോഡ്സ് ഒക്കെയുള്ള ആൻഡ്രോയിഡിൽ കളിക്കാൻ പറ്റുന്നതും ഒരു ഒരു ഏകദേശം ഹൈ ഗ്രാഫിക്സ് ടൈപ്പ് ഓഫ് ഗെയിം. ഇത് PC-യിലൊക്കെ കളിക്കുന്ന ഗെയിമായിരുന്നു. അപ്പം അതിനനുസരിച്ചുള്ള ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗെയിം ടെസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പ്ലേ കൊടുത്ത് നോക്കാം. ഓക്കെ, ഫെറാറി F8 ട്രൈക്ക്. ഞാൻ ഇതുവരെ നേരത്തെ കളിച്ചിട്ടുള്ളതൊക്കെ ഇച്ചിരിയൊക്കെ ലോക്കൽ ചാത്തൻ ഗെയിംസ് ഒക്കെ ആയതുകൊണ്ട് അതിനകത്തൊന്നും ഈ കാറിൻ്റെ യഥാർത്ഥ പേര് കാണിക്കത്തില്ലേ. ഫെറാറി ആണെങ്കിൽ വേറെന്തെങ്കിലും പേരിലേക്ക് ആയിരിക്കും. അദിദാസിന് അഭിഭാസമുള്ളതാണ്. ഓക്കെ, ഇതിനകത്താണെങ്കിൽ എല്ലാം പ്രൊഫഷണൽ ടൈപ്പ് കാർസ്. ഇതൊന്നും നമുക്കില്ല, നമുക്കാകെ ഇത് മാത്രമേ ഉള്ളൂ. ഡോഡ്ജ്, ഡാർട്ട്, GT, Audi R8. സത്യത്തിൽ ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പം ഇച്ചിരിയൊക്കെ ക്യാഷൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് Audi R8 വാങ്ങിക്കാം. Audi R8 e-tron നമുക്കതങ്ങ് വാങ്ങിച്ചാലോ. ഇതൊക്കെ വാങ്ങിക്കാനൊക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം കളിക്കേണ്ടി വരും. നമുക്കിപ്പം ഡോഡ്ജ്, ഡാർട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ Audi അങ്ങ് വാങ്ങിക്കാം. ഓക്കെ, നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ Audi ഉണ്ട്. ആ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് നോക്കണേ, കൊള്ളാം. ഗെയിം സത്യത്തിൽ റേസ് ചെയ്യുമ്പോഴേ ഇനി കറക്റ്റ് ഗ്രാഫിക്സിന് വരെ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്പർ പ്ലേറ്റിനകത്ത് ആസ്ഫോൾട്ട് 8. പച്ച കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഈ ഓഡിയുടെ ആ കളർ മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു, അപ്ഗ്രേഡ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാർ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് ഈ ചേച്ചി പറയുന്നത്. ഓക്കെ, കാശ് ഉണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. ടയർ. ഓക്കെ, ടയർ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പാപ്പരായി, കയ്യിലൊന്നുമില്ല. ആക്സലറേഷൻ സ്പീഡ്. അയ്യോ, ഇതൊക്കെ റിയൽ മണിയൊക്കെ കൊടുക്കുന്നേ. അങ്ങനൊന്നും ഇല്ലടേ നമ്മുടെ കയ്യിൽ. നമുക്ക് ഇൻ ഗെയിം മണി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ 2 കാറുണ്ട്. നമുക്കത് റേസ് കളിച്ച് നോക്കാം. ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ് അപ്ഗ്രേഡ്. ഓക്കെ, നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ റേസ് ഒന്നും കളിക്കാതെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എവറിത്തിങ് യു ഓൺ ഇൻ വേരിയസ് ലെൻസ് ഗോസ് ഇൻ യുവർ ഇൻബോക്സ്. ഓക്കെ, മിക്ക റേസിംഗ് ഗെയിംസിലൊക്കെ ഇങ്ങനെ ഒരു ഇൻട്രോ കണക്ക് തരും നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം റേസ് കളിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിപ്പോൾ മറ്റേ ഡെമോ വർഷം പോകുന്ന നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് റേസിലോട്ട് പോകാൻ പറ്റും. ഇത് ആക്ച്വലി നല്ല ഒരു ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ കളറൊന്നും മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. പച്ചയ്ക്ക് ഒരു രസമില്ല. കളർ മാറ്റുന്ന സംഭവം ഇവിടാന്ന് നോക്കട്ടെ. ഓക്കെ, ഇനി അപ്ഗ്രേഡ് എനിക്ക് അറിയാതെ ഞാൻ ടയർ കയറി അപ്ഗ്രേഡ് ചെയ്തു. നമുക്ക് ആക്സലറേഷനോ സ്പീഡോ വല്ലതും അപ്ഗ്രേഡ് ചെയ്യാനുള്ളതായിരുന്നു. ഹാൻഡ്ലിങ് ഗെയിം കളിച്ചിട്ടൊക്കെ അപ്ഗ്രേഡ് ചെയ്താൽ മതിയെന്ന് തോന്നുന്നു. നമുക്ക് ആക്സലറേഷനും സ്പീഡും ആയിരുന്നു അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് തൽക്കാലം അപ്ഗ്രേഡ് ചെയ്യണ്ട. നമുക്ക് അതായത് ഒരു അപ്ഗ്രേഡും കൂടെ ചെയ്യാം. പക്ഷേ അതിനി ഫ്യൂച്ചറിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമ്മളിനി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും വേറെ എന്തെങ്കിലും സംഭവം വരുന്നത്. നൈട്രോ കൊടുക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നും കാണത്തില്ല. നമുക്ക് ഈ കളർ മാറ്റുന്ന പരിപാടി ഒന്നോ. മഞ്ഞ കൊള്ളത്തില്ല. റെഡ് കുഴപ്പമില്ല. വേറെ വല്ലതും ഉണ്ടോന്നോ. നീലയും കൊള്ളത്തില്ല. അച്ഛൻ എന്തായാലും വേണ്ട. ഓറഞ്ച് കുഴപ്പമില്ല. സത്യത്തിൽ ഓറഞ്ച് അത്യാവശ്യം നൈസാണ്. അല്ലെങ്കിൽ ബ്ലാക്ക് നൈസാണ്. നമുക്ക് ഓറഞ്ച് എടുത്താലോന്ന്. നമുക്ക് ഓറഞ്ച് എങ്കിലും ഓക്കെയാണ്. ഓക്കെ, നമ്മുടെ Audi ഓറഞ്ച് കളറിൽ. ഷോ യുവർ പേഴ്സണാലിറ്റി. നമുക്കിങ്ങനെ
പ്ലെയറിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്നും വേണ്ട, പ്ലെയറിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് എന്തോന്നു റേസിംഗ് ഗെയിമിൽ പ്ലെയറിനെ എങ്ങനെ കാണുന്നതിനും റേസിങ്ങുമായിട്ട് യാതൊരു ഇത് ബന്ധമൊന്നുമില്ല. ഹെൽമെറ്റൊക്കെ വാങ്ങിയ ഇത്ര കാശ്, ഹെൽമെറ്റ് വാങ്ങിക്കുന്ന കാശുണ്ടെങ്കിൽ ഒരു വണ്ടി വാങ്ങിക്കാൻ തോന്നുന്നു. ഓക്കെ, നമുക്കിനി റേസിലോട്ട് തന്നെ പോവാം. നമ്മൾ ഇത്ര നേരമായിട്ട് റേസ് കളിച്ചിട്ടില്ല, അതാണ് റേസ് ആൻഡ് അഡ്വാൻസ്. കുറേ ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ ആഡ് കണക്ക് വരുന്നുണ്ട്, കുറേ ഓഫർ കണക്ക്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കരിയർ, സിംഗിൾ പ്ലെയർ കരിയർ കണ്ട ഇതേ കണക്ക്. ഓക്കെ, നമുക്ക് റേസ് ഓടി R8 e-tron. ഓക്കെ, അപ്പോൾ നമ്മൾ റേസ് എടുക്കുമ്പോഴേ നമുക്ക് സംഭവങ്ങളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ഇഷ്ടമുള്ള റേസ് ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഒരെണ്ണം കളിച്ചു നോക്കാം. നമ്മുടെ ഓടി R8 വെച്ച് ഇതെന്തുവാ? ഓ, ഇതെനിക്ക് തോന്നുന്നു അപ്ഗ്രേഡാണ്. ഡബിൾ ക്രെഡിറ്റ്സ്, നൈട്രോ സ്റ്റാർട്ടർ, നൈട്രോ ഫ്രീ ആണെന്ന് തോന്നുന്നല്ലേ. നൈട്രോ ഒന്ന് എടുത്ത് വെച്ചേക്കാം. 5 മിനിറ്റത്തേക്ക് എനിക്ക് തോന്നുന്നു ഗെയിമിനകത്ത് ഫുള്ള് നൈട്രോ തുടക്കത്തിൽ എനിക്കൊന്ന് യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ. അങ്ങനെയാണെന്ന് തോന്നുന്നു നൈട്രോൻ്റെ. ഓക്കെ, ബാക്കിയെല്ലാം ക്യാഷ് കൊടുത്ത് വാങ്ങുന്നത് എന്തുവാണ്. നമുക്ക് നേരെ റേസിലോട്ട് തന്നെ പോവാം. ഓക്കെ, നൈട്രോ എന്തായാലും എടുത്തിട്ടുണ്ട്, നമുക്ക് റേസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓ താണ്ട നമ്മൾ റൈറ്റിൽ. ഓക്കെ, റേസ് ചെയ്ത് ഫുൾ മോട്ടിവേഷൻ. Press brake. Accelerator. Full speed. And then handbrake. Drift. Okay? Okay, ma. നമ്മളൊന്ന് അടിച്ച് കൈവിടും. ഓ, ഗ്രാഫിക്സ് നോക്ക് ഗൈസ്. ഓക്കെ, ഓ മറ്റേ സിമ്പിളാണ് ആക്സിലറേഷൻ്റെ. എനിക്ക് ഈ റേസിംഗ് ഗെയിംസിലൊന്നും കൺട്രോൾ കിട്ടിട്ടില്ല കേട്ടാ. അതിപ്പോൾ നിങ്ങൾ കാണുക, ഇപ്പോൾ ഏതെങ്കിലും അതാണ്ട് എനിക്ക് ഇതാണ് പരിപാടി, ഏതെങ്കിലും സൈഡിൽ കൂടെ വരച്ചുകൊണ്ട് പോകുന്നതായിരിക്കും. റേസിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഏതോ കണ്ടത്തിൽ കൂടെ ഒക്കെ ഓടിക്കുന്നതെന്ന് തോന്നുന്നു. എല്ലാ കണ്ടത്തിലോട്ടും നമ്മൾ കയറുന്നുണ്ട്. ഓക്കെ, നൈട്രോ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഏതോ പറമ്പിൽ കൂടെ ഒക്കെയാണെന്ന് തോന്നുന്നു ഓടിക്കുന്നത്. ഇപ്പം വണ്ടി നശിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഈ റേസിംഗ് ഗെയിംസിൽ കൺട്രോൾ കിട്ടത്തില്ല. മാപ്പിൽ ശ്രദ്ധിച്ചാൽ നമ്മൾ മാത്രം വേറെ ഏത് വഴി കൂടെ പോകുന്നത്. അയ്യോ, ഈ വഴി തിരിച്ച് കട്ട് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, ഫ്രണ്ടിൽ ചെന്നിട്ട് നമുക്ക് തിരിച്ച് കട്ട് ചെയ്ത് കയറാൻ തോന്നും. അതുകൊണ്ട് ബാക്കി വണ്ടി ഫുൾ സ്പീഡ്. നമ്മൾ ഒരുത്തനെ കൊന്നു കേട്ടാ, അവൻ്റെ പൊസിഷൻ എടുക്കാൻ. ഓ, അത് നൈസ്. ഷിപ്പിന് മുകളിൽ കൂടെ ജമ്പ് ചെയ്ത കൊള്ളാം. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ആവുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് നല്ല രീതിക്ക് ഒരു റേസിൽ ഇരിക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു ഫീൽ കിട്ടുന്നുണ്ട്. നൈട്രോ ഫുള്ള് അവന്മാരൊക്കെ തറയാൻ തോന്നുന്നു. നമുക്ക് തറയാം. ഓ, നമ്മളാണെന്ന് തോന്നുന്നില്ലേ സെക്കൻഡ്. ഇവനെ കൂടെ തോപ്പിച്ചാൽ മതി, ഇവനെ തോപ്പിക്കണം. ഓ, വണ്ടി പൊടിഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, ഇവനെ പൊട്ടിക്കണം ഗൈസ്. ഒരുത്തനും കൂടെ ഉള്ളു. ഓക്കെ, റേസ് തീരാറായെന്ന് തോന്നുന്നു. മറ്റേ നമ്മുടെ തൊട്ട് ബാഗിൽ തന്നെ ഉണ്ട്. നമുക്ക് നൈട്രോ ഇട്ട് അങ്ങ് ഡിസ്റ്റൻസ് ഇല്ല. തീർന്നു. ഓക്കെ, മാസ് ഗൈസ്. നമ്മൾ തന്നെ നമ്മുടെ ഫസ്റ്റ് റേസ് ഫസ്റ്റ് തന്നെ നമ്മൾ. ഓക്കെ, ആണ്ടേ ഓടി R8. ഓ, നമ്മളുടെ കൂടെ സെക്കൻഡ് വന്നതിനും ഓടി R8 തന്നെ. ഓക്കെ, എന്തോ സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്തോ മെഡലും കാര്യങ്ങളൊക്കെ ഞാൻ തോന്നുന്നു. ഓക്കെ, മെഡലിൽ കൂടെ കാശും കിട്ടുന്നുണ്ടോ? ക്യാഷ് മതി, മെഡൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ക്യാഷ് മതി.
ഓക്കെ. ഓ താണ്ടെ നമ്മൾ ഫസ്റ്റ് അടിച്ചേക്കുന്നു. നൈസ്, കൊള്ളാം ഗൈസ് ഗെയിം. നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ആവുന്നുണ്ടെന്ന് എനിക്കറിയണം. എനിക്ക് സത്യത്തിൽ എൻ്റെ സ്ക്രീനൊക്കെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന കണക്ക് ഫുള്ളിങ്ങനെ ആ മറ്റേ നൈട്രോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് പറയണ സത്യത്തിൽ നമ്മുടെ കാർ ഒന്ന് ഇടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി തട്ടുന്ന നമ്മുടെ കാറിൻ്റെ അടിയിൽ ഇങ്ങനെ അഴുക്ക് ചെളി തെറിക്കുന്നതാണ് ഇങ്ങനെ പെയിൻറ്റിനകത്ത് ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് പറയണം. നമുക്കിനി വീണ്ടും ഒരു റേസ് കൊണ്ട് കളിച്ച് നോക്കാം. അതിനകത്ത് നമുക്ക് ഇത് ഡോഡ്ജ് വെച്ച് കളിച്ച് നോക്കാം. ഡോഡ്ജ് ഡാർട്ട് GT. ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു 5 മിനിറ്റ് നൈട്രോ ബൂസ്റ്റ്. എനിക്കെന്തോ ആദ്യം പ്രശ്നം പറ്റിയെന്നറിയാം. മറ്റേ ബ്രേക്കിൻ്റെ സിമ്പിളും ആക്സിലറേഷൻ്റെ സിമ്പിളും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റിയില്ല. മറ്റേ ആ നൈട്രോൻ്റെ ആണെങ്കിൽ സിമ്പിൾ തന്നെയാണ് ആക്സിലറേഷൻ്റെ. ഈ മാപ്പ് കൊള്ളാമെന്ന് തോന്നുന്നു അല്ലേ, ക്ലാസിക്. ഇതിന് മാപ്പും അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, ആൽപ്സ്. അതെ, ഇതിൻ്റെയൊക്കെ ആനിമേഷനൊക്കെ കണ്ട. നമ്മൾ കൊലപാതകം നമ്മൾ സൈക്കോ മോഡിലാന്ന് തോന്നുന്നു ഓടിക്കുന്നത്. വീണ്ടും കൺട്രോൾ തോന്നുന്നു. റേസ് ചെയ്യിക്കാൻ 2 എണ്ണം ഉണ്ട്. ഒന്നെങ്കിൽ മാന്യമായിട്ട് സൈഡിൽ കൂടെ ഓവർടേക്ക് കൊള്ളാം, അല്ലെങ്കിൽ അവൻ 5 കൊല്ലാം. 2-ലാണെങ്കിലും നമ്മൾ തന്നെ ജയിക്കും. ഇതിൽ അത്യാവശ്യമൊക്കെ കൺട്രോളിൻ്റെ കാര്യം പറയുമ്പോൾ കൺട്രോൾ പോകും. അപ്പോൾ അത് എന്താ മറ്റേ മലയൊക്കെ ഇടിഞ്ഞു അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് മറ്റേ ഇതിനെ തോപ്പിക്കണം കേസ്. ഇപ്പം എനിക്ക് വാശിയായി. ഓക്കെ, അങ്ങനെ ഓവർടേക്ക് ചെയ്ത് പറ്റത്തുള്ളൂ. നൈട്രോ ഇട്ടു. ഓക്കെ, യെസ്. ഇനി ഇതങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. മറ്റവൻ ഡേഞ്ചറാട്ടോ. അവൻ ഇത് ഊട് വഴി എന്നൊക്കെ കയറി കണ്ടം വഴിയൊക്കെ ചാടി. ഇവിടെ നമുക്ക് ചാടാം. വണ്ടിയൊക്കെ പൊട്ടുന്നുണ്ട് ഇവിടെ. ഇത് നമ്മുടെ വണ്ടിയൊക്കെ പറക്കും ഗൈസ്. സ്പെഷ്യൽ വണ്ടിയാണ്. എത്ര കിലോ ഉണ്ടോയെന്ന് നോക്കത്തില്ല. ഓക്കെ, നൈട്രോ ഫുള്ള് സെറ്റായി. എനിക്ക് വളവ് വരുമ്പോഴാണ് പ്രശ്നം. വളവിൽ നൈട്രോ ഇട്ടാൽ പ്രശ്നം. എനിക്ക് കണ്ട ഇങ്ങനത്തെ സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ പ്രശ്നമില്ല. അല്ല വളവ് ഇരിക്കുമ്പോൾ എനിക്ക് കൺട്രോളില്ല. എനിക്ക് റേസിംഗ് ഗെയിംസ് അധികം കളിച്ച് പരിചയമില്ല അതിൻ്റെ. ഇപ്പം നമ്മൾ തന്നെ ആണെന്ന് തോന്നുന്നു ഫസ്റ്റ്. കാരണം നമ്മുടെ ബാക്കിൽ മറ്റവനുണ്ട് ഇപ്പോഴും. അവൻ ഡേഞ്ചറാണ്. ഓക്കെ, ഗെയിം തീർന്നു. അത്രയുള്ളൂ. യെസ്, നമ്മൾ തന്നെ ഫസ്റ്റ്. എനിക്ക് കളിക്കാൻ അറിഞ്ഞൂടെങ്കിലും നമ്മൾ തന്നെ ഫസ്റ്റ്. ഓക്കെ, വീണ്ടും കുറേ മെഡലൊക്കെ എടുക്കുന്നു. നമ്മൾ ഡോഡ്ജിലാണ് അത് ജയിച്ചത്. ഒരുത്തിൻ്റെ കയ്യിൽ ഫോക്സ് വാഗനൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, വീണ്ടും കുറേ മെഡലും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഓടി വെച്ച് സത്യത്തിൽ ഒരു റേസിനോട് കളിച്ച് നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യത്തിൽ ഗെയിം. ഓക്കെ, നമ്മൾ തന്നെ വീണ്ടും ഫസ്റ്റ്. എനിക്കൊന്ന് ഇങ്ങനെ ലെവൽ ഇങ്ങനെ കൂടി പോകുമ്പോൾ റേസ് എനിക്കൊന്ന് ടഫ് ആയിക്കൊണ്ടിരിക്കുമെന്ന്. അത് സത്യത്തിൽ ഇച്ചിരിയും കൂടെ ഒരു ടഫ് വരേണ്ടതാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് സത്യത്തിൽ റേസിങ് ഗെയിമിനൊന്നും അധികം ഇതില്ലേ. അതാണ് ഈ കുറേ ആഡ് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അതാണ് പ്രശ്നം. ഓക്കെ, നമുക്കിനി ഒരു റേസും കൂടെ. ബുദ്ധാസ് ടീച്ചിങ്സ്. ഇതെനിക്ക് തോന്നുന്നു ജപ്പാൻ തീംഡൊക്കെ ആണെന്ന് തോന്നുന്നു. ബുദ്ധ എവിടെ? ജപ്പാനോ ചൈനയോ? ജപ്പാനോ ചൈനയോ എന്തോ തീംഡാന്ന് തോന്നുന്നു. നമുക്ക് ഓടി വെച്ച് കളിക്കാം. എനിക്ക് ഓടിയാണ് ഇഷ്ടം. ഓക്കെ, ഇതിനകത്തുകൊണ്ട് നൈട്രോ. നമുക്ക് എല്ലാത്തിനകത്ത് നൈട്രോ ഇട്ടു. എനിക്കിത് നൈട്രോയും ഇഷ്ടപ്പെട്ട്. നൈട്രോ ഗെയിമിൻ്റെ ശബ്ദം, ഗ്രാഫിക്സ്, ഇതൊക്കെ സീൻ ഒന്നും പറയാനില്ല. പക്ഷെ മാപ്പ് ഇച്ചിരി കൂടെ രസമുള്ളതാണ് കണക്കത്തെ. ഇനി ഉണ്ടെന്ന് തോന്നുന്നു സത്യത്തിൽ. അതിനകത്ത് വെനീസ് എന്ന് പറഞ്ഞൊരു മാപ്പ് എടുക്കണം. അത് കാണാൻ സത്യത്തിൽ ഭയങ്കര നൈസാണ്.
നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചൈന തീംഡാന്ന് തോന്നുന്നു അല്ലേ? ഇത് ചൈനയുടെ സ്ഥലങ്ങളൊക്കെ കണക്കുണ്ട്. ഇതിനകത്ത് ഇത് അത്യാവശ്യം നല്ല മാപ്പാണെന്ന് തോന്നുന്നു. ഓക്കെ, ദ ഗ്രേറ്റ് വാൾ. ചൈന ആണ്, ചൈന. ഈ സ്ഥലം നോക്ക്, ഈ മാപ്പ് ഇതിൻ്റെ ഗ്രാഫിക്സ് നോക്കുക. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ വീണ്ടും കൊലപാതക ടാക്ടിക്സ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രാഫിക്സ് നോക്കൂ, ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിന് മറ്റേതല്ലേ മറ്റേ ലൈറ്റ്നിങ് മെക്യൂവിൻ്റെ അതിനകത്തുള്ള കൊള്ളാം. കണ്ട, ഇതാ ഞാൻ പറഞ്ഞ എൻ്റെ വണ്ടിയുടെ ബമ്പർ ശ്രദ്ധിച്ചു നോക്കുക. അതിനകത്ത് ഇങ്ങനെ ചെളി വരണ്ടാണെങ്കിൽ ഇങ്ങനെ അഴുക്ക് വീണിട്ടുണ്ട് വണ്ടി തട്ടുന്നുണ്ട്. ഗ്രാഫിക്സ് നോക്ക്. മാപ്പിൻ്റെ പ്രശ്നമാണ്, അല്ല ഗ്രാഫിക്സിൻ്റെ പ്രശ്നമാണ്. എനിക്ക് രണ്ടാമത് കളിച്ചതിനും ആദ്യത്തിനകത്ത് കളിച്ചതിനും അത് അത്രയ്ക്ക് ഇതില്ല. പക്ഷെ ഇത് അടിപൊളി മാപ്പ്. അതുകൊണ്ട് ചൈനീസ് തീംസ്. ഓക്കെ, നമ്മൾ സത്യത്തിൽ ഇങ്ങനെ ചാടുമ്പോൾ നമ്മുടെ നൈട്രോ കൂടുന്നുണ്ട്. അതിൻ്റെ സയൻസ് എന്തോന്നാണ്. പക്ഷെ കൊള്ളാം. കൺട്രോൾ നൈട്രോ എടുത്ത് കൺട്രോൾ അപ്പുറത്തെ പറമ്പിൽ കിടക്കും നമ്മൾ. ഇതിൻ്റെ ശബ്ദം അടിപൊളിയാണ്. ഇതെന്തോ വീടോ? നമ്മൾ വീടും അടിച്ച് പൊളിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ റേസ് ട്രാക്കും ഉണ്ടാക്കി പോകും. ശബ്ദമൊക്കെ സീനാണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ആകുന്നുണ്ട്? നിങ്ങൾ സത്യം ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ നോക്കണം. അപ്പോഴാണ് സത്യം നൈസ് ഗെയിം. കുറേ ആഡൊക്കെ മാറ്റുവാണെങ്കിൽ നൈസ് ഗെയിം. നമുക്ക് നൈട്രോ യൂസ് ചെയ്യാൻ ഈ വളവാണ് പ്രശ്നം. ഓക്കെ, നമ്മളെന്തായാലും ജയിച്ച്. കണ്ട ആനിമേഷൻസ് ഒക്കെ സീൻ കണ്ട, ആ വെള്ളത്തിനകത്തൊക്കെ പോകുന്നതൊക്കെ. നമ്മളൊരു കാഡിലാക്കിനെയൊക്കെ തോപ്പിച്ചു സത്യത്തിൽ. ഓക്കെ, സത്യത്തിൽ ഗെയിം ഇത്രയേ ഉള്ളൂ. ഞാൻ 3 റേസ് കളിച്ച് എനിക്ക് ഗെയിം ഒരുപാട് ഇഷ്ടപ്പെട്ട്. നമ്മൾ തന്നെ 3നും ഫസ്റ്റ്. എനിക്കൊന്ന് ലെവൽ ഇച്ചിരി കൂട്ടിയാൽ നല്ലതായിരിക്കും തോന്നുന്നു. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. റേസിങ് ഗെയിമിനകത്തൊക്കെ ഇത്രയും കണ്ടൻറ്റൊക്കെ എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം ഇതേണക്കത്തെ റേസിങ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഗെയിം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കളിക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ശരി ഗൈസ്.